അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 16-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ ശ്ലോകം മുതൽ 46-ാമത്തെ ശ്ലോകം വരെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ധൗമ്യ ഉവാച പാണ്ഡവാനാം പ്രിയാ ഭാര്യ ദ്രൗപദീ ശുഭലക്ഷണ പാഞ്ചാലി സിന്ധുരാജേന്ദ്ര വസത്യത്ര വരാശ്രമേ. ജയദ്രഥ ഉവാച ക്വ ഗതാ പാണ്ഡവാ പഞ്ചശൂരാ സംപ്രതി വിശ്രുതാ വസന്ത്യത്ര വനേ വീരാ വീതശോകാ മഹാബലാ. ധൗമ്യ ഉവാച മൃഗയാർത്ഥം ഗതാ പഞ്ച പാണ്ഡവാ രഥസംസ്ഥിതാ ആഗമിഷ്യന്തി മധ്യാഹ്നേ മൃഗാനാദായ പാർത്ഥിവാ. തച്ഛ്രുത്വാ വചനം തസ്യാ ഉതതിഷ്ഠദസൗ നൃപാ ദ്രൗപദീ സന്നിധൗ ഗത്വാ പ്രണമ്യേദമുവാചഃ. കുശലം തേ വരാരോഹേ ക്വ ഗതാ പതയശ്ച തേ ഏകാദശ ഗദാന്യദ്യ വർഷാണി ച വനേ കില. ദ്രൗപദീ തു തദോവാച സ്വസ്തി തേസ്തു നൃപാത്മജാ വിശ്രമസ്വാശ്രമാഭ്യാസേ ക്ഷണാദായാന്തി പാണ്ഡവാം. ഏവം ബ്രുവന്ത്യാം തസ്യാം തു ലോഭാവിഷ്ട സ ഭൂപതി
ജഹാര ദ്രൗപദീം വീരോ നാദൃത്യ മുനിസത്തമാൻ കസ്യചിന്നൈവ വിശ്വാസ കർത്തവ്യ സർവധാ ബുധൈ കുർവൻ ദുഃഖമവാപ്നോതി ദൃഷ്ടാന്തസ്തത്ര വൈ ബലി വൈരോചനസുത ശ്രീമാൻ ധർമ്മിഷ്ഠ സത്യസംഗര യജ്ഞകർത്താ ച ദാതാ ച ശരണ്യഃ സാധുസമ്മത നാധർമ്മേ നിരതഃ ക്വാപി പ്രഹ്ലാദസ്യ ച പൗത്രകാ ഏകോനശതയജ്ഞാൻ വൈ സ ചകാര സദക്ഷിണാൻ സത്വമൂർത്തി സദാ വിഷ്ണുസേവ്യ സ യോഗിനാമപി നിർവികാരോപി ഭഗവാൻ ദേവകാര്യാർത്ഥസിദ്ധയേ കശ്യപാച്ച സമുദ്ഭൂതോ വിഷ്ണു കപടവാമന രാജ്യം ഝലേന ഹൃതവാൻ മഹീം ചൈവ സസാഗരാം സോഭവൽ സത്യവാഗ്രാജാ ബലിർവൈരോചനിസ്തദാ കപടം കൃതവാൻ വിഷ്ണുരിന്ദ്രാർത്ഥേ തു മയാ ശ്രുതം അന്യ കിം ന കരോത്യേവം കൃതം വൈ സത്വമൂർത്തിനാ വാമനം രൂപമാസ്ഥായ യജ്ഞപാതം ചികീർഷത. ഓം ശ്രീ ജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 16-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ ശ്ലോകം മുതൽ 46 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ധൗമ്യൻ പറഞ്ഞു, പാണ്ഡവ പത്നിയാമിവൾ ശുഭാംഗിയാം ദ്രൗപദി താൻ പാർട്ടിയിടുന്നു ഇപ്പോൾ ഇവൾ ഈ ആശ്രമത്തിൽ. ജയദ്രഥൻ പറഞ്ഞു, പാണ്ഡവന്മാർ 5 പേരും ഇപ്പോൾ എവിടേക്കു പോയി, പരാക്രമികളാം അവർ സുഖമായി പാർക്കുന്നു. ധൗമ്യൻ പറഞ്ഞു, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ധൗമ്യൻ പറഞ്ഞു, നായാട്ടിനായി തേരിലേറി പോയി അവർ 5 പേരും നാനാവിധ മൃഗവുമായി മധ്യാഹ്നമെത്തും. ഇതു കേട്ടു ജയദ്രഥൻ ദ്രൗപദി തന്നടുത്തെത്തി നമസ്കരിച്ചതിൻ ശേഷം ഏവം പറഞ്ഞു, സുന്ദരി കുശലമല്ലേ, ഭർത്താക്കന്മാരെ വീടെ പോയി 11 കൊല്ലമായി വനവാസമല്ലേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജൻ മംഗളം ഭവന്തു, ഇവിടെ താൻ വിശ്രമിക്കൂ, പാണ്ഡവന്മാരുടനെത്തും സംശയം വേണ്ട. ദ്രൗപദി പറഞ്ഞിടവേ മുനിമാരെ ശ്രദ്ധിക്കാതെ ലോഭിയവൻ പാഞ്ചാലിയെ പിടികൂടിനാൻ. വിദ്വാൻമാരാരെയും വിശ്വസിക്കരുത ദുഃഖം ഫലം, ഇക്കാര്യത്തിൽ ബലിദാനോത്തമ ദൃഷ്ടാന്തം. അമ്മേ ദേവി ഭഗവതി, അമ്മേ
ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. വൈരോചനൻ ധർമ്മിഷ്ഠനും സത്യവാനുമായ ബലി യജ്ഞശീലൻ ദാനശീലൻ ശരണ്യൻ താനും സജ്ജന സമ്മതൻ പിന്നെ പ്രഹ്ലാദന്റെ പൗത്രനൊപ്പം ഏകോനശതയജ്ഞങ്ങൾ ചെയ്ത മഹാനും സത്യമൂർത്തി യോഗി സേവ്യൻ നിർവികാരൻ മഹാവിഷ്ണു ദേവകാര്യം സാധിക്കാനായി പണ്ടൊരു നാളിൽ അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. കശ്യപനിൽ കപടവേഷത്തോടവേ വാമനനായി രാജ്യവും ഭൂമിയുമെല്ലാം വാങ്ങി വഞ്ചിച്ചു വാങ്ങി. വൈരോചനൻ സത്യം പാലിച്ചുവെന്നാലോ ഭഗവാന വിഷ്ണു കാപട്യം കാണിച്ചു ഇന്ദ്രനു വേണ്ടി. വിഷ്ണു വാമനനായി മാറി ബലിയുടെ യജ്ഞത്തിനെ മുടക്കാനായി ഏവം ചെയ്തു മറ്റുള്ളവരോ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം കാളി ശരണം ഭദ്രകാളി ശരണം ഭദ്രകാളി ശരണം അമ്മേ ശരണം ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം കാളി ശരണം ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 247 ദിവസം. ദേവി ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ 16 അധ്യായത്തിൽ 33 ശ്ലോകം മുതൽ 46 ശ്ലോകം വരെയാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും ഇപ്പോൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കാൻ ആരംഭിക്കുന്നതും. ഇവിടെ ജയദ്രഥൻ ദ്രൗപദിയെ കണ്ട് ഇവൾ ആരാണ്, ഇവൾ രാജപത്നിയാണ് എന്ന് തോന്നുന്നു, ഏതായാലും മുനിപത്നിയല്ല എന്നൊക്കെ ധൗമ്യനോട് സംസാരിക്കുന്ന രംഗമാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. ധൗമ്യൻ പറഞ്ഞു ആരാണ് എന്ന്. പാണ്ഡവാനാം പ്രിയാഭാര്യ ദ്രൗപദി ശുഭലക്ഷണ പാഞ്ചാലി സിന്ധുരാജേന്ദ്ര വസത്യത്ര വരാശ്രമേ. ഹേ സിന്ധുരാജാവേ,
പാണ്ഡവന്മാരുടെ പ്രിയപത്നിയായിരിക്കുന്ന ദ്രൗപദിയാണ്, ശുഭാംഗിയാണ്, എല്ലാ തരത്തിലുള്ള ലക്ഷണങ്ങളോടുകൂടിയവളാണ് ഇവൾ. ഈ വരാശ്രമം, ഈ ശ്രേഷ്ഠമായ ആശ്രമത്തിൽ, ഈ പുണ്യാശ്രമത്തിലാണ് ഇവൾ ഇപ്പം താമസിക്കുന്നത്. ഇവൾ പാഞ്ചാലിയാണ്. ഇത് കേട്ടപ്പോൾ ജയദ്രഥൻ ചോദിച്ചു, ക്വ ഗതാ പാണ്ഡവ പഞ്ചശൂര സമ്പ്രതി വിശ്രുത വസന്ത്യത്ര വനേ വീര വീതശോക മഹാബല. വിശ്രുതന്മാരായ വിശ്രുതാഹ പാണ്ഡവാഹ, ആ പാണ്ഡവന്മാർ 5 പേരും, പഞ്ചശൂരാഹ 5 ശൂരന്മാർ. അവരിപ്പോൾ എവിടേക്കാണ് പോയിരിക്കുന്നത്? മഹാപരാക്രമശാലികളായിരിക്കുന്ന അവർ ഈ വനത്തിൽ സുഖമായി, വീതശോക ദുഃഖം ഒക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ സുഖമായി കഴിയുന്നുണ്ടോ? ധൗമ്യൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, മൃഗയാർത്ഥം ഗതാ പഞ്ച പാണ്ഡവാരഥ സംസ്ഥിത. നായാട്ടിനായി അവർ 5 പേരും തേരിൽ കയറി കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ആഗമിഷ്യന്തി മധ്യാഹ്നേ, ഉച്ചയോടുകൂടി അവർ മധ്യാഹ്നമാവുമ്പോഴേക്കും അവർ തിരിച്ചു വരും. മൃഗാനാദായ പാർത്ഥിവ, അവർ മൃഗങ്ങളെയൊക്കെ കൊണ്ട്, നായാട്ടിൽ പിടിച്ച മൃഗങ്ങളെയൊക്കെ കൊണ്ട് അവർ ഉച്ചയാവുമ്പോഴേക്കും ഇവിടേക്ക് എത്തും. തച്ഛുത്വാ വചനം തസ്യ ഉതതിഷ്ഠദസൗ നൃപ ദ്രൗപദീ സന്നിധോ ഗത്വാ പ്രണമ്യേദമുവാചഹാം. ഇത് കേട്ട് ആ രാജാവ് അവിടെ നിന്ന് എഴുന്നേറ്റു. ഉതതിഷ്ഠദസൗ നൃപ, എഴുന്നേറ്റിട്ട് ആ നൃപൻ രാജാവ് ദ്രൗപദീ സന്നിധൗ ഗത്വ, ദ്രൗപദിയുടെ അടുത്ത് ചെന്നിട്ട് പ്രണമ്യേദം ഉവാചഹ, അവളെ പ്രണമിച്ചു. എന്നിട്ട് ആ ദ്രൗപദിയോട് പറഞ്ഞു, കുശലം തേ വരാരോഹേ, ഹേ സുന്ദരി, നിനക്ക് സുഖമല്ലേ, കുശലമല്ലേ? ക്വഗത പതയശ്ചത്തെ, നിന്റെ ഭർത്താക്കന്മാര് എങ്ങോട്ട് പോയി? ഏകാദശ ഗതാന്യദ്യ വർഷാണിച്ച വനേക്കില, വനത്തിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 11 വർഷം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ദ്രൗപദി എന്തു പറഞ്ഞു? ദ്രൗപദി തു തദോ വാച സ്വസ്തിതേസ്തു നൃപാത്മജ, ഹേ രാജകുമാര, അങ്ങയ്ക്ക് മംഗളം, സ്വസ്തി ഉണ്ടാവട്ടെ. വിശ്രമസ്വാശ്രമാഭ്യാസേ ക്ഷണാദായാന്തി പാണ്ഡവ, ഈ ആശ്രമത്തിൻ്റെ അടുത്ത് ഇരിക്കൂ, വിശ്രമിക്കൂ. ഉടനെ തന്നെ, അടുത്ത ക്ഷണത്തിൽ തന്നെ പാണ്ഡവന്മാരെ ഉടൻ തന്നെ വന്നു ചേരും. ഏവം ബ്രുവന്ത്യാം തസ്യാം തു ലോഭാവിഷ്ട സഭൂപതി ജഹാര ദ്രൗപദിം വീരോനാദൃത്യ മുനിസത്തമാൻ. ദ്രൗപദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ലോഭം മുറ്റിയ, അത്യാഗ്രഹം വന്ന ആ വീരനായ രാജാവ്, ലോഭാവിഷ്ട സഭൂപതി ജഹാര ദ്രൗപദിം വീരോൻ ആദൃത്യ മുനിസത്തമാൻ, മുനിശ്രേഷ്ഠന്മാരായിട്ടുള്ളവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവളെ, ആ ദ്രൗപദിയെ ബലമായി ജഹാര ദ്രൗപദിം പിടികൂടി എന്ന് പറയുന്നു. കസ്യചിന്നൈവ വിശ്വാസ കർത്തവ്യ സർവധാ ബുധൈ കുർവൻ ദുഃഖമവാപ്നോതി ദൃഷ്ടാന്തസ്തത്ര വൈബലി. ഇവിടെ മനോരമയുടെ വാക്കുകളിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോണത്, അല്ലേ? വിദ്വാൻമാര് ഒരു വിധത്തിലും ആരിലും വിശ്വാസമർപ്പിക്കരുത് എന്നത് കാണിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ ദുഃഖം ഉണ്ടാവും എന്ന് കാണിക്കുന്നു. മറ്റൊന്ന്, ഇതിന് ദൃഷ്ടാന്തം എന്താണ്? ബലി തന്നെ ഇതിന് ദൃഷ്ടാന്തമാണ്. ബലി ചക്രവർത്തി എപ്പോഴാത്? വൈരോചനസുത ശ്രീമാൻ, ആ വൈരോചനന്റെ പുത്രനായിരിക്കുന്ന ബലി. ആ ബലി ധർമ്മിഷ്ഠനാണ്, സത്യസങ്കല്പനാണ്, യജ്ഞകർത്താവാണ്, ദാനശീലനാണ്, ശരണ്യനാണ്, സാധുസമ്മത, സജ്ജനങ്ങൾക്ക് സമ്മതമായിട്ടുള്ള ആളുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ബലി നാധർമ്മേ നിരതക്വാപി, ഒരിക്കലും അധർമ്മത്തിൽ ചരിക്കാത്ത ആളാണ്. അധർമ്മിയല്ല ഒരിക്കലും, എപ്പോഴും ധർമാത്മാവാണ്. ആദ്യം ധർമ്മിഷ്ഠൻ എന്ന് പറഞ്ഞു, അങ്ങനെ വെറും ധർമ്മിഷ്ഠനല്ല, നാധർമ്മേ നിരതക്വാപി, ഒരിക്കലും അധർമ്മത്തിലേക്ക് പോവാത്ത ആളാണ്. പ്രഹ്ലാദസ്യ ച പൗത്രകഃ, പ്രഹ്ലാദന്റെ പൗത്രനാണ്. ഏകോനശതയജ്ഞാൻ വൈ, ഏകോനശതം
100-ന് 1 കുറവ്, അപ്പോൾ 99 യജ്ഞം. ഏകോന ശതക്രതു എന്നാണ് അങ്ങനെയുള്ള ആളുകളെ പറയുക. അപ്പോൾ ഏകോന ശതയജ്ഞാൻ വൈ സ ചകാര സ ദക്ഷിണാൻ. അങ്ങനെ 99 യജ്ഞങ്ങൾ ദക്ഷിണകളോടുകൂടി ചെയ്ത ആളാണ് അദ്ദേഹം. സത്വമൂർത്തി സദാ വിഷ്ണു സേവ്യ സയോഗിനാമപി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പറയാണ്, സത്വമൂർത്തിയായ യോഗികൾക്ക് പോലും സദാ സേവ്യനായ നിർവികാരോപി, നിർവികാരനായിരിക്കുന്ന ഭഗവാൻ ദേവകാര്യാർത്ഥ സിദ്ധയെ, ദേവകാര്യം സാധിക്കാൻ വേണ്ടി കശ്യപാച്ച സമുദ്ഭൂതോ, കശ്യപനിൽ നിന്നും കപടവാമനായി വിഷ്ണു, വിഷ്ണു കപടവാമന, കപടവേഷത്തിൽ വാമനനായി ജനിച്ച് രാജ്യം ഛലേന ഹൃതവാൻ. അവിടെ രാജ്യം മഹീം ചെയ്വ സസാഗരാം, സമുദ്രത്തോടു കൂടിയ ഭൂമി എല്ലാം തന്നെ ഛലേന, ഛലം എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള കാര്യം ശരിയെന്ന രീതിയിൽ ചെയ്യുക, അതിനാണ് ഛലം എന്ന് പറയുക. അപ്പം അങ്ങനെ എല്ലാം വഞ്ചിച്ച് കൈക്കലാക്കി. സോഭവൽ സത്യവാഗ്രാജാ ബലിർവൈരോചനിസ്തദാ. വിരോചനപുത്രനായിരിക്കുന്ന ബലി മഹാരാജാവ് സത്യം പാലിച്ചു. ഇന്ദ്രനു വേണ്ടി വിഷ്ണു കാപട്യം കാണിച്ചു. നോക്കൂ, ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ്. മയാശ്രുതം കപടം കൃതവാൻ വിഷ്ണുരിന്ദ്രാർത്ഥേ തു മയാശ്രുതം. പിന്നെയോ അന്യ കിം ന കരോത്യേവം കൃതം വൈ സത്വമൂർത്തിന വാമനം രൂപമാസ്ഥായ യജ്ഞപാതം ചികീർഷത. സത്വമൂർത്തിയായ വിഷ്ണു വാമനന്റെ രൂപം കൈക്കൊണ്ട് ബലിയുടെ യജ്ഞം മുടക്കണം എന്ന ആഗ്രഹത്തോടെ ഇങ്ങനെ ചെയ്തു. അപ്പോ മറ്റുള്ളവരെ എന്തെല്ലാം ചെയ്യില്ല എന്നാണ് മനോരമയുടെ അന്തർഗതം. അപ്പം ഇതേപോലെയുള്ള മനോരമമാരിപ്പോഴും ഉണ്ട്. വിഷ്ണുവിനെ പോലും തെറ്റായി പറയുന്ന ആളുകൾ ഇവിടെയും അത്രേ കരുതേണ്ടുള്ളൂ. ദേവീ മഹാത്മ്യത്തിൽ വാമനൻ ചതിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ എന്നാണെങ്കിൽ അത് പറയുന്നത് ഒരു കഥാപാത്രമാണ് എന്നുകൂടി നമ്മൾ ഉറപ്പിക്കണം. ആ 46-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ 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 ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ
അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.